വെടിക്കുറ്റി നമ്മൾ ഊരിയെടുത്ത് ഓക്കെ സാധനം കിട്ടിപ്പോയി. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൗണ്ട് കിട്ടും. ഇപ്പം ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കാട്ടി തരാം. ഹലോ പുതിയൊരു ബില്ലാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്യൂക്ക് 390 നമ്മൾ BS4 സൗണ്ടാണ്. ഇതിനെ BS3 സൗണ്ട് ആക്കാൻ പോണ്. ഏറെക്കുറെ ആ ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആട്ടോ. പുതിയ ഒരു വർഷം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉയർച്ച മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, നമ്മുടെ 2024 ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ഡ്യൂക്ക് 390 എക്സോസ്റ്റ് എന്ന് മാറ്റാൻ പോകണം. ഈ എക്സോസ്റ്റ് ഫുള്ളായിട്ട് മാറ്റിയിട്ട് നമ്മൾ അടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോകട്ടോ. അത് നമ്മൾ കണ്ടുപിടിച്ചത് ഫസ്റ്റ് വന്നിട്ട് മാഡ് മാക്സ് റണ്ണിങ് അവരില്ലേ, അവരുടെ അഡ്വഞ്ചർ 390 അവർ എക്സോസിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു എക്സോസ്റ്റ് ഫുൾ എടുത്ത് മാറ്റിയതിന് ശേഷം അടിയിൽ നിന്ന് ആ ഒരു കാറ്റിൻ്റെ ആ ഒരു അറ്റത്ത് ആ ഒരു മൗത്ത് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എവിടെയൊക്കെ ഒരു BS3 സൗണ്ട് കയറി പറഞ്ഞുണ്ട്. അപ്പോൾ അതേ കണക്ക് തന്നെ 2 ദിവസം മുമ്പ് നമ്മുടെ ഡ്യൂക്ക് സാധനം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുരു പൊട്ടി നേരെ നമുക്ക് നമ്മുടെ വണ്ടിക്ക് അത് സെറ്റ് ചെയ്യണമെന്നുള്ള പരിപാടിയിൽ അങ്ങനെ ഇന്ന് ഇറങ്ങിയാണ്. ഇതിൻ്റെ ഒരു മിഡ് പൈപ്പ് ഉണ്ട്, ഇവിടെ നിന്ന് ഇതുവരെ വെച്ചിട്ട് ഒരു മിഡ് പൈപ്പ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു സാധനം, ആ സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർ വാങ്ങിയ സമയത്ത് കാറിൽ എക്സോസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ട് ചെയ്തിട്ട് അതിനെ അങ്ങ് നശിപ്പിച്ചാൽ മതി. 800 രൂപ കൊണ്ടേ ഉള്ളൂ. അത് നമ്മൾ വാങ്ങി ഇതിനകത്ത് കട്ട് ചെയ്ത് പുറക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് തട്ടിക്കൂട്ട് പരിപാടി ചെയ്യണം. വണ്ടിക്കകത്ത് നമ്മളത് സെറ്റ് ചെയ്യാൻ പോകട്ടോ. സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സൗണ്ട് എന്തെങ്കിലും കേൾപ്പിച്ചു തരാം. നമ്മുടെ മീറ്റർ ഉണ്ടാ, മീറ്റർ തകർന്ന അവസ്ഥയിലാണ്. മീറ്റർ ഷെല്ല് മാറിയിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റർ നമുക്ക് മാറാതെ തന്നെ പിന്നെ ഡിസ്പ്ലേ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ പറ്റില്ല കേട്ടോ. ഒരുപാട് പേര് നമുക്ക് തന്ന ഡിജിറ്റൽ മീറ്റർ പണയണ ടീമിനോട് ചോദിച്ചപ്പം TFT മീറ്റർ മാറ്റാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അതൊരു അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഇത് തീരുന്നവരെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ അടുത്ത മീറ്റർ വാങ്ങാം. അതാണ് പരിപാടി. ഈ എക്സോ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അല്ല, ഇതാണ് ഈ ഒരു എക്സോ. കയറുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ടാണ് ഇത്, ഈ ഒരു സൗണ്ട്. പക്ഷേ ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോൾ ഈ സൗണ്ടൊന്നും വലിയ സംഭവമായിട്ട് തോന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു സാധാ ഒരു വണ്ടി പോലെ. അപ്പോൾ BS3 സൗണ്ടാണെന്നൊരു അതൊരു യൂണിക്ക് ഫീലാണ്. അപ്പം അതേ കണക്ക് നമ്മൾ എന്തായാലും ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകണം. അത്രയും ഭയങ്കര പക്കയായിട്ട് ഭയങ്കരമായിട്ട് കിട്ടില്ല. പക്ഷേ എവിടെയൊക്കെ ഒരു BS3 ഒരു മണം കിട്ടും. അതാണ് സംഭവം. എക്സോസ്റ്റ് സൗണ്ട് മാറ്റി BS3 ആ ഒരു സംഭവം വയ്ക്കാൻ പോകുന്നു. അത് വയ്ക്കുമ്പോൾ തന്നെ ഈ സാധാ എക്സോസ്റ്റിനൊന്നും ചെയ്യുന്നില്ല. നമ്മളത് ആ ഒരു മിഡ് പൈപ്പ് മാത്രമേ കട്ട് ചെയ്ത് കുറച്ച് കുണച്ച പരിപാടി ചെയ്യണുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ശേഷം അഭിപ്രായം കമൻറ്റ്. അപ്പോൾ വേറെ ഒന്നും പറയില്ല, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചെറുപ്പത്തിലെ ഒന്നും നമ്മുടെ ചാനൽ ഓപ്ഷൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് വേലക്കൊന്നും അപ്പോൾ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ എത്തിച്ചേരുന്നത്. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോകുമ്പോൾ ആ ഒരു മിഡ് പൈപ്പ് പോയി വാങ്ങിയിട്ട് വരാം. മിഡ് പൈപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ എടുത്തുകൊണ്ട് പോകണ്ട. ചുമ്മാ എന്തിനാണ് അതിൽ പെട്രോൾ കത്തിച്ച് കളയണത്? ഒന്നാമത് മൈലേജ് ഭയങ്കര ഷോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി എടുത്ത് ഒതുക്കി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ എടുത്തുകൊണ്ട് പോകാം. മിഡ് പൈപ്പ് വാങ്ങിയിട്ട് തിരിച്ച് വന്നിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോകണ്ട. എന്നിട്ട് എക്സോസ്റ്റ് സെറ്റ് ചെയ്തിട്ട് വരാം. അതാണ് പെട്രോൾ ഉണ്ടോ? അത്യാവശ്യം നമുക്ക് പോയിട്ട് വരാറുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ടൊന്ന് പോയി ആ ഒരു മിഡ് പൈപ്പ് വാങ്ങിയിട്ട് വരാം കേട്ടോ. ആ സൗണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അന്ന് മാഡ് മാക്സിൻ്റെ വണ്ടി നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, ആ സാധനം സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇച്ചിരി കുണച്ച പരിപാടിയാണ്, കസ്റ്റം വർക്കാണെന്ന് വെച്ചപ്പം വേണ്ടാന്ന് വെച്ചേട്ടോ. പക്ഷേ ഇപ്പം ആ മിഡ് പൈപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ പണി സിമ്പിളാണ് എന്ന് കണ്ടപ്പോൾ എന്തായാലും ഉടനെ സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെയാണ് ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഒമ്മച്ചി ഹായ് നമുക്ക് എന്തായാലും ആ സാധനം വാങ്ങുന്ന ആ സ്ഥലം എത്തിയിട്ട് വേണം കേട്ടോ. വാഗ നമ്മളിവിടെ സ്പോട്ടിലെത്തി കേട്ടോ. അയ്യോ, ഹലോ, അമ്മരെവിടെ ഉറക്കോ? മറ്റേ ബിൻ്റെ ഇപ്പ് യെസ്, ഇത് തന്നെ സാധനം. മറ്റേൻ്റെ മുഖത്ത് പറഞ്ഞത് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ടാണ് BS6 പറഞ്ഞത്. അത് ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് ഓരോ കീറിലുണ്ടാവും, ഇതിനകത്തോട്ട് കയറ്റി. ഇത് BS4 ആണ്. ഓക്കെ, അങ്ങനെ സാധനം കിട്ടിപ്പോയി. ഇത് തന്നെ സാധനം, ഇത് തന്നെ. ഓ, നിന്റെ സ്റ്റോറി എന്തോ കണ്ട്, എന്തോ സംഭവം, എന്തോ കാര്യം, എന്ത് എന്തിനാ ഇത്? ഇതെന്തിനാ? മണ്ണോ? കെട്ടിയിട്ടിരുന്ന വണ്ടിയാണ്, മൂടിയിട്ടിരുന്ന വണ്ടിയാണ്. ഇന്നലെ രാത്രി ഇപ്പൊ ക്ലീൻ ചെയ്ത് വണ്ടി സർവീസിന് കൊണ്ടുപോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. തെണ്ടിത്തരാ കേട്ടാ. ഒരു മണ്ണ കാര്യം ഒരു പരുവാക്കി വെച്ചിരിക്കണ്.
ഒന്നും അതിങ്ങനത്തെ വണ്ടി ഏത് സ്റ്റേഷനില് തന്നെ പോട്ടോ. ഓക്കെ ഓക്കെ അങ്ങനെ നമുക്ക് ആ ഒരു ബെൻഡ് പൈപ്പ് കിട്ടി കേട്ടോ. ബെൻഡ് പൈപ്പ് എന്നൊക്കെ പറയാം ആ സാധനം. അപ്പം അതും കിട്ടി. അപ്പോൾ അത് വീട് വരെ പോയി നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോയി ആ സാധനം സെറ്റ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ സെറ്റ് അയച്ചിട്ട് ചടങ്ങാണ്. ഗ്യാസ് ബെൽറ്റ് ചെയ്യണം. ഒരിടത്തുണ്ടെന്ന് പറയാനായിട്ട് അവിടെ പോയി നോക്കാം. അവർക്ക് ചിലപ്പോൾ വേറെ പണിയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇന്ന് നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതൊന്ന് പോയി നോക്കണം. ഈ വെൽഡിംഗ് ഒക്കെ അങ്ങനെയാണ്. അവർക്ക് തിരക്കാണെങ്കിൽ അവർ പിന്നെ വരാൻ പറയും. ഗ്യാസ് വെൽഡിങ് അതും എല്ലായിടത്തും ഇല്ല. ഈ ബെൻഡ് പൈപ്പിൻ്റെ റേറ്റ് വന്നിട്ട് 800 രൂപ കേട്ടോ. 800 രൂപ. അന്ന് വാങ്ങിയപ്പോൾ ഓൺലൈൻ 750 800 അങ്ങനെ കണ്ടായി. എന്തായാലും സാധനം കിട്ടി. ഇനി നേരെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ പോയി. നമ്മൾ വീട്ടിൽ എത്തി കേട്ടോ. നമ്മുടെ ടൂൾ ബോക്സ് ഒക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു എക്സോസ്റ്റ് നമ്മൾ കൂരി മാറ്റണം. കണ്ടത് ഈ ഇരിക്കുന്ന എക്സോസ്റ്റ് നമുക്ക് കൂരി മാറ്റണം. മാറ്റിയിട്ട് ആ ഒരു മഫ്ലർ നമുക്ക് സെറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്തുകൊണ്ടോ ചുമ്മാ കയ്യിൽ കൊണ്ടോ ഇത് ഊരിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ജസ്റ്റ് ഒരു റിങ് കണക്ക് വരുന്നുണ്ട്. അത് ഈ അല്ലെങ്കിൽ ഊരി മാറ്റുമ്പം നമുക്ക് ഇത് ഊരി വരും. പിന്നെ ഇവിടെ ഒരു 12 നെറ്റ് ഇത് ഊരി എടുക്കുമ്പോൾ നമുക്ക് എക്സോസ്റ്റ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് മാറ്റി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഇതിൻ്റെ വണ്ടിയുടെ എക്സോസ്റ്റ് ഫുൾ ഇളക്കി വെച്ചിട്ടുണ്ട്. നെറ്റ് ഊരി എടുക്കുമ്പം സാധനം തറയിൽ വീഴും. ഏതാ വെടിക്കുറ്റി നമ്മൾ ഊരിയെടുത്ത് ഇനി ഇതിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഏതാ ആ സൗണ്ട് കേട്ടാ. ഇവിടെ അധികം കൈ കൊടുക്കുന്നില്ല. ആൾക്കാർ അപ്പുറം വീടുള്ളതാണ്. അതുകൊണ്ട് കൈ കൊടുക്കുന്നില്ല. ശരിയെന്നാ നമുക്ക് നേരെ വെൽഡിംഗ് വർക്ക്ഷോപ്പിലോട്ട് പോകാം കേട്ടോ. ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാൻ പോകുന്നു. എക്സോസ്റ്റ് അവിടെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെയിറ്റ് കുറഞ്ഞാണ് വണ്ടിയിൽ. ഓക്കെ ഓ ഏതാ സൗണ്ട്. ഇതൊക്കെ മാറ്റി നമുക്കൊരു യുണീക്ക് സൗണ്ട് ഇപ്പോൾ കൊണ്ടുവരാം. നമ്മളെ ഫോണിലേ തറയിൽ പോവും. പോക്കറ്റ് സിബിടാം. ഈ സൗണ്ട് കൊള്ളാമല്ല. ഇങ്ങനെ സൗണ്ട് വെച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് സംഭവം കൈ കൊടുക്കാൻ തോന്നുന്നു കേട്ടോ. എപ്പോഴും മര്യാദയ്ക്ക് പോകാൻ തോന്നൂല. സൗണ്ട് കൊള്ളാം. കൊള്ളാം. ചെറിയ രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്യേണ്ടി വരും. ആ സാധനം പണി ചെയ്തിട്ട് ഇവിടെ നിന്ന് ചെയ്തു തരുമോ എന്താന്ന് നോക്കാം. മര്യാദയ്ക്ക് പോവാം. ആണോ ജസ്റ്റ് ഒന്ന് ഗ്യാസ് വെൽഡ് ചെയ്ത് തരാൻ. ഇതിനകത്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടേ ചെയ്തു തരുമായിരിക്കും. പീസ് കട്ട് ചെയ്തു. ഏതാ പണിയില്ലേ. ഇനി ഈ തകിട് പ്ലേറ്റിനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഈ സാധനത്തിൽ അടച്ചു വയ്ക്കും. ഈ സാധനം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കൈ പിടിക്കും, കൈ പഴുക്കും. പൈസ ഇവിടെ വെച്ച് നമ്മൾ ബൈക്കിൽ ഈ സാധനം സെറ്റ് ചെയ്യാൻ പോകട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ബൈക്കിനകത്ത് സെറ്റ് ചെയ്തിട്ട് സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ പോയി. അപ്പോൾ ബൈക്കിനകത്ത് അത് ഫുള്ള് നൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ച്. പക്ഷേ ഇത് പെയിൻറ്റ് അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് വൃത്തികേടായിരിക്കും. പെയിൻറ്റ് നമുക്ക് എന്തായാലും അടിക്കും. ഇപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പെയിൻറ്റ് നാളെ രാവിലെ അടിക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ തെറിക്കാം കേട്ടോ. എന്നിട്ട് ഹൈവേയിൽ അങ്ങോട്ട് എവിടെയും പോയിട്ട് സൗണ്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ ശരിയെന്നാ. നമ്മളെ ബൈക്കിൽ എക്സോസ്റ്റ് സെറ്റാക്കി. ആ BS3 സൗണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ഒരു സൗണ്ട്. ഈ സൗണ്ട് കുറച്ചെന്ന് പറയാനുണ്ട്. അതായത് ഞാൻ അതിൻ്റെ മൗത്ത് സെറ്റ് ചെയ്തത് ഇച്ചിരി കനം കുറഞ്ഞ ഹോളാണ് കേട്ടോ. ഈ ഹോള് വന്നിട്ട് അതുകൊണ്ട് തന്നെ സൗണ്ട് ഇച്ചിരി കുറവുണ്ട്. ഈ ഹാൻഡിലിൻ്റെ പീസല്ലോ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ കനമുള്ള ഒരു പൈപ്പ് ഹോള് കിട്ടും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൗണ്ട് കിട്ടും. ഇപ്പം ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കേൾപ്പിച്ചു തരാം.
അല്ല എവിടെയൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ സൗണ്ട് കിട്ടണുള്ളൂ. പക്ഷെ ഇച്ചിരി കൂടെ ലൗഡായിട്ടുള്ള സൗണ്ട്, ഈ സൗണ്ട് തന്നെ ഇച്ചിരി കൂടെ ലൗഡായിട്ട് കിട്ടുമായിരുന്നു. ആ ഹോൾ ഇച്ചിരി കൂടെ വലുതാക്കിയിരുന്നെങ്കിൽ അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെയ്യാം. കാരണം അവിടെ ഉണ്ടായിരുന്ന പൈപ്പ് ഇട്ടിട്ടാണ് അവർ തൽക്കാലം ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഈ സൗണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ വന്നിട്ട് സൗണ്ട് ഇച്ചിരി കുറവ് പോലെ. ആ ഹോൾ വന്നത് ഈ ഹാൻഡിലിന്റെ പൈപ്പിന്റെ കനമാണെങ്കിൽ ഇച്ചിരി കൂടെ ഹോള് വലിപ്പം കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഹോൾ ഇച്ചിരി കൂടുതൽ കിട്ടും. നമ്മൾ ഈ ഹൈവേയുടെ സൈഡിലാണ് ഇരിക്കണേ. ധൈര്യമായിട്ട് ഇവിടെ വന്ന് കൈ കൊടുക്കും. കാരണം അടുത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒരു സീനില്ല. പിന്നെ ഈ ഫുഡ് റെസ്റ്റിൻ്റെ ഈ ഒരു ക്ലാമ്പ് വന്നിട്ട് ഊരി മാറ്റണം കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ ചെന്നിട്ട് മാറ്റാം. അതുകൂടെ മാറ്റി കഴിഞ്ഞാൽ ഈ സൈഡിൽ ആ സൈലൻസർ ഉണ്ടായിരുന്നതേ ഒരു തെളിവ് കാണൂല. പിന്നെ ഇത് പെയിന്റ് ചെയ്യണം. പെയിന്റ് ചെയ്ത് ബ്ലാക്ക് പെയിന്റ് ചെയ്യും. അതിന് നാളെ രാവിലെ ചെയ്യാം. കാരണം ഇനി വൈകിട്ട് അവിടെ പോയി പെയിന്റ് അടിച്ച് ഈ വരുമ്പം നല്ലോണം നേരെ കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പം എന്തെങ്കിലും സെറ്റ് ചെയ്യാത്ത. അങ്ങനെ നമ്മൾ എക്സോസ്റ്റ് BS3യുടെ ചെറിയ രീതിയിലൊക്കെ എവിടെയോ ചെറിയ രീതിയിൽ അങ്ങനെ തോന്നും കേട്ടോ. പിന്നെ ഏതൊക്കെ വണ്ടികൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്വഞ്ചർ 390 250 സെറ്റ് ചെയ്യാം, ഡ്യൂക്ക് 250 സെറ്റ് ചെയ്യാം, RC 390 സെറ്റ് ചെയ്യാം, നമ്മുടെ ഡ്യൂക്ക് 390 സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും വണ്ടികൾ ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. വേണമെന്നുള്ളവർക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഇഷ്ടം എൻ്റെ വണ്ടിയിൽ ചെയ്യുന്നു, അത് നിങ്ങളെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബെൻഡ് പൈപ്പിന് 800 രൂപ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വെൽഡിങ് ഈ ചെയ്തതിന് 200 രൂപ അവർ വാങ്ങി. അത്രയാണ് പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ. ടപ്പൻ തന്നെ വെൽഡിങ് ചെയ്ത് കിട്ടി കേട്ടോ. ഞാൻ വിചാരിച്ച് അവർ ലേഖ അടുപ്പിക്കുമെന്ന്. പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും നമുക്ക് ടപ്പന ഇത് സെറ്റ് ചെയ്ത് റെഡി ചെയ്ത് തന്നു. പെയിന്റ് കൂടെ അടിച്ചാൽ വൃത്തിയാവട്ടെ, ഇല്ലാതെ ഇങ്ങനെ ഒരുമാതിരത്തെ കളറിലിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ആ സൗണ്ട് ജസ്റ്റ് ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. കണ്ടോ, ഇതിപ്പോ എക്സോസ്റ്റ് എന്ന് പറയാൻ പറ്റൂല, എന്ത് പറയാ, മൗത്തിനെ മാത്രം നമ്മൾ ജസ്റ്റ് ഒരു തട്ടിക്കൂടി സെറ്റപ്പിൽ ചെയ്ത് വെച്ചിങ്ങനെ. ഓ അതായത് ഹലോ കൈ കാണിച്ചോണ്ട് പോകണം, 200-ൽ പറക്കണം. അപ്പം വേറെ ഒന്നും പറയില്ല. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത മണി കാണുന്നതായിരിക്കും. ബൈ. ശരി എന്നാ പോയി.